വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് 31 അംഗ സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിക്ക് രൂപം നൽകിയപ്പോൾ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെയും ഉൾപ്പെടുത്തിയില്ല എന്നത് സ്പീക്കറും കേന്ദ്ര സർക്കാരും എത്രമേൽ മുസ്ലിം ലീഗിൻ്റെ എം പിമാരുടെ സാന്നിധ്യം അവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവായി പരിഗണിക്കാം. അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന് തന്നെ ഇത്തരമൊരു പൊതു താൽപ്പര്യ നിലപാടുകളുമായി മുസ്ലിം വിഷയങ്ങൾ പാർലമെൻറ്റിൽ സംസാരിക്കുന്ന ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബിനെ പോലെ, അതുപോലെ തന്നെ സമദാനി അടക്കം 3 എം പിമാരിൽ നിന്ന് പോലും ഒരാളിനെ ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയില്ല എന്നതാണ് ഒരു പ്രധാന കാര്യം. അസദുദ്ദീൻ ഉവൈസിയെ ഉൾപ്പെടുത്തുകയും ചെയ്തു. കണ്ടില്ലേ ആ സ്നേഹത്തിൻ്റെ ആഴം. ഏതായാലും JPCക്ക് രൂപം നൽകി. വഖഫ് നിയമം സാധാരണ പാർലമെൻറ്റിൽ ഏകപക്ഷീയമായി പാസാക്കുന്ന ശൈലിയിൽ നിന്ന് മാറി ഇത്തവണ സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് വിടുമെന്ന് തീരുമാനിച്ചാണ് അത് അവസാനിപ്പിച്ചത്. അങ്ങനെ തീരുമാനിച്ച് മണിക്കൂറുകൾക്കകം, സാധാരണ പാർലമെൻറ്റിൽ പ്രഖ്യാപനമുണ്ടായാൽ എടുക്കുന്ന ആ സമയത്തിനോളം വേഗത്തിൽ 21 ലോക്സഭാംഗങ്ങളെയും 10 രാജ്യസഭാംഗങ്ങളെയും ചേർത്ത് ഒരു സംയുക്ത പാർലമെൻറ്റ് സമിതിക്ക് രൂപം നൽകി. ഈ പാർലമെൻറ്റ് സമിതി നിയമത്തിൻ്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിലെ അവസാന ദിവസം സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ആ 21 അംഗ സംയുക്ത പാർലമെൻ്ററി സമിതിയിൽ നിരവധിയായ എം പിമാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ എം പിമാരുണ്ട്, BJPയുടെ എം പിമാരുണ്ട്, സമാജ്വാദി പാർട്ടിക്ക് കൊടുത്തു, തൃണമൂൽ കോൺഗ്രസ്സിന് കൊടുത്തു, DMKയ്ക്ക് കൊടുത്തു, TDPക്ക് കൊടുത്തു, JDUവിന് കൊടുത്തു, ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിന് കൊടുത്തു, NCP ശരത് പവാർ വിഭാഗത്തിന് കൊടുത്തു, ശിവസേനയ്ക്ക് കൊടുത്തു, അരുൺ ഭാരതി ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് പാസ്വാൻ്റെ അതിന് കൊടുത്തു, അസദുദ്ദീൻ ഉവൈസിക്കും കൊടുത്തു. പിന്നെ രാജ്യസഭയിൽ നിന്ന് 10 പേരെയും എടുത്തു. എന്നാൽ 3 പാർലമെൻറ്റ് അംഗങ്ങളുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് ഒരാളെപ്പോലും എടുത്തില്ല. ലീഗിനെ ഒഴിവാക്കി അസദുദ്ദീൻ ഉവൈസിയെ എടുക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ചിലരെങ്കിലുമൊക്കെ പറയാറുണ്ട് അസദുദ്ദീൻ ഉവൈസി വളരെ താല്പര്യപൂർവ്വം എല്ലാം സംരക്ഷിക്കാൻ നിൽക്കുന്ന ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കോൺഗ്രസ് പാർട്ടിയിലെയോ അല്ലെങ്കിൽ തൃണമൂലിലെയോ ബാക്കി പ്രതിപക്ഷ കക്ഷികളിലെയോ ഏതെങ്കിലും എം പിമാരെയോ ആരെയെങ്കിലും ടാർഗറ്റ് ചെയ്യുന്നത് പോലെ അസദുദ്ദീൻ ഉവൈസിയെ ടാർഗറ്റ് ചെയ്യാറേയില്ല. എല്ലായിടങ്ങളിലും സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ നിർത്തി മുസ്ലിം വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാന ദൗത്യം. അദ്ദേഹത്തിൻ്റെ സഹായം ഇനി ഹരിയാനയിൽ ആവശ്യമുണ്ട്, മഹാരാഷ്ട്രയിൽ ഉറപ്പായും ആവശ്യമുണ്ട്, അതോടൊപ്പം തന്നെ ജാർഖണ്ഡിലുമൊക്കെ വേണം. ഇതെല്ലാം കൂടി പരിഗണിച്ചാണ് അദ്ദേഹത്തെ ഈ സമിതിയിലേക്ക് എടുത്തത്. എന്നാൽ മുസ്ലിം ലീഗിന് 3 എം പിമാരുണ്ട്. വളരെ സീനിയറായിട്ടുള്ള മുൻ സംസ്ഥാന മന്ത്രി കൂടിയായ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബുണ്ട്. പാർലമെൻറ്റിൽ രാജ്യസഭയിലും ലോകസഭയിലും വളരെ ദീർഘകാല പാരമ്പര്യമുള്ള അബ്ദുസമദ് സമദാനിയുണ്ട്. പിന്നെ സുപ്രീം കോടതി അഭിഭാഷകൻ ഇപ്പോൾ വന്ന ഹാരിസ് ബീരാനുണ്ട്. ഇവരെ ആരെയും ഈ സമിതിയിലേക്ക് എടുത്തതേയില്ല. ഏതായാലും ആ ലീഗിനോടുള്ള വിരോധവും ഉവൈസിയോടുള്ള സ്നേഹവും തിരിച്ചറിയേണ്ടതാണ്. അതിന് ചില പ്രത്യേക മാനങ്ങളുണ്ട്.